അപ്പോൾ ഇത്രയും കളേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന ഒരു സിറ്റുവേഷനിലും പിന്നെ ചുറ്റിനും ഹോളി കളിക്കാൻ വരുന്ന കുട്ടികളെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ലെയർ ഓയിൽ അവരുടെ ദേഹത്ത് തേച്ചിട്ട് പുറത്തേക്ക് ഇറക്കുവാണെങ്കിൽ കുറേ ആൾക്കാരുടെ ഗ്യാതറിങ്ങിലും ഒക്കെ പെറ്റ്സ് പല രീതിയിൽ സ്ട്രെസ്ഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. പല പെറ്റ്സും പല രീതിക്കാണ് സ്ട്രെസ്സിനോട് റെസ്പോണ്ട് ചെയ്യുക. ഹലോ, വെൽക്കം ടു റെയിൻ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സ്. നമുക്കെല്ലാവർക്കും അറിയാം 14th മാർച്ച് ഹോളി സെലിബ്രേഷൻസ് നടക്കുന്ന ദിവസമാണ്. ഇപ്പം കേരളത്തിലും പതുക്കെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഹോളി. ഒരുപാട് സ്ഥലങ്ങളിൽ സെലിബ്രേഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഹോളി എന്ന ഫെസ്റ്റിവലിൻ്റെ സമയത്ത് നമ്മുടെ പെറ്റ്സിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊന്നും നമുക്ക് നോക്കാം. അപ്പോൾ കഴിയുന്നതും നമ്മൾ പെറ്റ്സിനെ ഈ ഒരു സമയത്ത് ഇൻഡോർ തന്നെ കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പല പെറ്റ്സും പല രീതിക്കാണ് സ്ട്രെസ്സിനോട് റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കളേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന ഒരു സിറ്റുവേഷനിലും പിന്നെ കുറേ ആൾക്കാരുടെ ഗ്യാതറിങ്ങിലും ഒക്കെ പെറ്റ്സ് പല രീതിയിൽ സ്ട്രെസ്ഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കളേഴ്സ് അവരെ ഹാം ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നതും എസ്പെഷ്യലി ക്യാറ്റ്സിന് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇൻഡോർ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ ചില പെറ്റ്സ് കുറച്ചും കൂടെ സോഷ്യലായിട്ടുള്ള ഡോഗ്സ് ഒക്കെ ഉണ്ടാവും. അവർ ചിലപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്തെന്നിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മുടെ പെറ്റ്സ് എന്ന് നമ്മൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് ദം ഔട്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യണം. അതായത് നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന കളേഴ്സ് അല്ലാതെ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് കിട്ടുന്നതാണ്. അതിലേക്ക് സ്വിച്ച് ചെയ്യുക. എന്നിട്ട് അവർ അടുത്ത് ഉള്ള സമയത്ത് നമുക്ക് ഹോളി കളിക്കാവുന്നതാണ്. അതേപോലെ നേരിട്ട് അവരുടെ ദേഹത്തേക്ക് കളേഴ്സ് ത്രോ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെറ്റ്സിൻ്റെ ഓയിൽസ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ആ ഒരു ലെയർ ഓയിൽ അവരുടെ ദേഹത്ത് തേച്ചിട്ട് പുറത്തേക്ക് ഇറക്കുവാണെങ്കിൽ ഈ കളേഴ്സ് നമ്മൾ ത്രോ ചെയ്യുന്നത് അവരുടെ ദേഹത്ത് വീണാലും അത് വാഷ് ഔട്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു ലെയർ ഓയിലൊന്നും ജസ്റ്റ് ഒന്ന് സ്മിയർ ചെയ്തിട്ട് അവരായിട്ട് ഹോളി കളിക്കാൻ നമുക്ക് കൊണ്ടുപോകാം. എന്നിട്ട് കളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വാഷ് ചെയ്യുക. പെറ്റ്സിൻ്റെ ഷാമ്പൂ തന്നെ യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. പിന്നെ അവരിത് ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് അവരുടെ ദേഹത്ത് വീണിട്ട് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ പോലെ കാണുന്നുണ്ടോ, ദേഹത്ത് വല്ല റാഷസോ തടിച്ച് പൊന്തുന്നുണ്ടോ അല്ലെങ്കിൽ വോമിറ്റിംഗ് അങ്ങനത്തെ എന്തെങ്കിലും റിയാക്ഷൻസ്, നേസൽ ഡിസ്ചാർജ് അങ്ങനെ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വെറ്റിനറിൻ്റെ ഹെൽപ്പ് സീക്ക് ഔട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ വി നീഡ് ടു എൻഷ്യൂർ ദാറ്റ് ദേ ആർ വെൽ ഹൈഡ്രേറ്റഡ്. അവർക്ക് എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഡ്രിങ്കിങ് വാട്ടർ വെച്ച് കൊടുക്കുക. മാത്രമല്ല നമ്മളുടെ വീട്ടിലും ഫാമിലിയിലും പിന്നെ നമ്മളുടെ ചുറ്റിനും ഹോളി കളിക്കാൻ വരുന്ന കുട്ടികളെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക. പെറ്റ്സിൻ്റെ ഫ്രണ്ടിൽ എങ്ങനെയാണ് ഹോളി കളിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് അവരുടെ അടുത്തൊന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും വിഷിംഗ് എ ഹാപ്പി ഹോളി ഫ്രം റെയിൻ ഫോറസ്റ്റ്. താങ്ക് യു.